പ്രഥമൻ, വൃത്തികെട്ടവൻ, നെറികെട്ടവൻ, വിവരമില്ലാത്തവൻ, സകലമാന തോൽവിയുടെയും ഉദാഹരണം. അതാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി. അന്തകം ഇയാൾക്ക് ചൊറിയണ്ട, സ്വയം കൊണ്ട് ചൊറിഞ്ഞാൽ മതി കേട്ടോ. ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കുരുതി കൊടുത്തിട്ട് അന്തംഗമ്മികൾ വന്ന് നടത്തുന്ന ന്യായീകരണങ്ങൾ, MV ഗോവിന്ദൻ എന്ന് പറയുന്ന അപഹാസ്യനായ ഒരു പാർട്ടി സെക്രട്ടറി അയാൾ ചിരിക്കുകയാണ്. ഓ, ഇതൊക്കെ വലിയ കാര്യമാണ്. അത് UDF ഗവൺമെന്റിന്റെ കാലത്ത് എന്തൊക്കെ സംഭവിച്ചു? അതാണ് ചോദിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ കാലത്ത് എന്തൊക്കെ സംഭവിച്ചു? എടോ 10 വർഷമായിടോ നിന്നെ ഏൽപ്പിച്ചിട്ട് ഇതൊന്ന് നേരെയാക്കണ്ട, ഉള്ളതൊന്ന് മര്യാദയ്ക്കൊന്ന് കൊണ്ടാടുത്താൽ മതി. അതിനെയാണ് നിന്നെയൊക്കെ ഏൽപ്പിച്ചത്. 45 കാറുകളുടെ അകമ്പടിയോടെ കാരണഭൂതൻ ഇവിടെ എന്താ പറയാ തറവാഴ്ച ചികിത്സിക്കാൻ അമേരിക്കയിലേക്കോ, ഇവിടെ പാവപ്പെട്ട സ്ത്രീകളെ കുരുതി കൊടുക്കുന്നു. കുട്ടികളെ എങ്ങനെയാണ് കുട്ടികളെ വിശ്വസിച്ച് സ്കൂളിലേക്ക് അയക്കുക? ഒന്ന് ആലോചിച്ച് നോക്കണം. സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചിട്ട് അവര് ജീവനോടെ തിരിച്ചു വരുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു കേരളം എത്ര ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. വയനാട്ടിൽ ഒരു പെൺകുട്ടി പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. സ്കൂൾ ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന പെൺകുട്ടികൾ, ക്ലാസ് മുറിയിൽ ഷോക്കേറ്റ് മരിക്കുന്ന ആൺകുട്ടികൾ. ഇതെങ്ങാനും വല്ല ഗുജറാത്തിലാണെങ്കിൽ UP-യിലാണെങ്കിൽ ഇവിടുത്തെ എല്ലാറ്റിനും പ്രതികരിക്കുന്ന സാംസ്കാരിക നായ്ക്കളുണ്ടല്ലോ, സാംസ്കാരിക പേപ്പട്ടികൾ കുരച്ച് ചാടുകയായിരുന്നു. ഇപ്പൊ ആരും വായിൽ പഴം തിരികെ നടക്കുകയാണ് സാംസ്കാരിക നായ്ക്കൾ, പിടിച്ച നായ്ക്കൾ. വെടിവെച്ചു കൊല്ലേണ്ടതാണ്.